എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് ഏകാദശി വ്രതം. ഈ പറഞ്ഞ ഏകാദശി വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വ്രതം എടുക്കാനുള്ളൊരു അവസരമാണ് ഇപ്പോൾ ഈ ഗുരുവായൂർ ഏകാദശി നാളിൽ നമുക്ക് വന്നു കിട്ടിയിരിക്കുന്നത്. ഈ ഏകാദശി വ്രതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്നാൽ, ഈ ഏകാദശി വ്രതം നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു പോകാതെ ആചരിച്ചാലും ശരി, അല്ലെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തി ആചരിച്ചാലും ശരി, ആത്മജ്ഞാനമാണ് ഇതിൻ്റെ ആ ഒരു യഥാർത്ഥ ലക്ഷ്യം. അതായത് മനസ്സിലുള്ള അന്ധകാരത്തെ, അതായത് ദുഃഖത്തെ അകറ്റി സന്തോഷവും സമാധാനവും തന്ന് അനുഗ്രഹിക്കണം എന്നാണ് ഈ ഏകാദശി നാളിൽ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്. ഈ പറഞ്ഞത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഈ ഒരു വർഷത്തിലെ 365 ദിവസവും ക്ഷേത്ര ദർശനം നടത്തുന്ന ഒരു ഭക്ത തിരുനടയിൽ നിന്ന് ഭഗവാനോട് അപേക്ഷിക്കുന്നത്, എനിക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, എൻ്റെ ആ ആഗ്രഹം നടക്കണം, ഈ ആഗ്രഹം നടക്കണം, അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഈ ഏകാദശി നാളിൽ, അതായത് ഗുരുവായൂർ പ്രതിഷ്ഠാ ദിനമായിട്ടുള്ള ഈ ഏകാദശി നാളിൽ ഒരു ഭക്ത പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് ആത്മജ്ഞാനവും ബുദ്ധിയും സമാധാനവും സന്തോഷവും ഉണ്ടാകണം എന്നാണ് ഈ നാളിൽ പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ സമ്പത്ത് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കാറില്ല എന്ന് ചുരുക്കം. അത് പറയാൻ കാരണം, അത് പ്രത്യേകിച്ച് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെ ഭഗവാൻ അത് കണ്ടറിഞ്ഞ് നമ്മുടെ ആ ആവശ്യം നമുക്ക് നടത്തി തന്നിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ നമ്മളിവിടെ സംസാരിച്ച വാക്കുകൾക്ക് പിൻബലമേകുന്നൊരു തത്വം ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ജ്ഞാനത്തിന് തുല്യം ശ്രേഷ്ഠമായ മറ്റൊന്നും തന്നെ ഇല്ല അർജുന എന്നാണ് ഭഗവാൻ അരുളി ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ജ്ഞാനം കൊണ്ട് അർച്ചന ചെയ്യുന്നവരാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ. ഇങ്ങനെയാണ് ഭഗവാൻ അർജുനന് ഉപദേശം കൊടുക്കുന്നത്. ഈ പറഞ്ഞ ജ്ഞാനം അത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമല്ല. പറയാൻ കാരണം, സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ജ്ഞാനം അത് ഉപജീവനത്തിന് മാത്രമേ ഉപയുക്തമാവുകയുള്ളൂ. എന്നാൽ ആത്മജ്ഞാനത്തിൽ നിന്ന് സന്തോഷം, സമാധാനം, ധൈര്യം, വീര്യം, ശാശ്വതമായ ആനന്ദം എന്നിവ ആ ഒരു വ്യക്തിയിലേക്ക് വന്നു ചേരും. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിഷയത്തിലേക്ക് തിരിഞ്ഞാൽ, ഈ പ്രാവശ്യത്തെ ഏകാദശി വ്രതം 11-ാം തീയതി, അതായത് അടുത്ത ബുധനാഴ്ചയായിട്ടാണ് വരുന്നത്. ഈ ഏകാദശി വരുന്നത് പറഞ്ഞ പോലെ 11-ാം തീയതി ആണെങ്കിലും യഥാർത്ഥത്തിൽ 3 ദിവസങ്ങൾ ഒന്നിച്ചു കൂട്ടിയാണ് വ്രതമെടുക്കുന്നവർ ഈ ഏകാദശിയെ കണക്കാക്കുന്നത്. അതായത് ദശമി, ഏകാദശി, ദ്വാദശി എന്നീ തിഥികൾ വരുന്ന 3 ദിവസങ്ങളിലായാണ് ഈ ഏകാദശി വ്രതം നമ്മൾ എടുക്കുന്നതെന്ന് സാരം. ഇനി അടുത്തതായി പറയുന്നത്, ഈ ഏകാദശി വ്രതം ആർക്കൊക്കെ എടുക്കാം, ആർക്കൊക്കെ എടുക്കാൻ പാടില്ല എന്നൊന്ന് പറയാം. അതിലൊന്നാമത്തേത്, ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും പ്രായമായവരും അതുപോലെ തന്നെ അതിനോടൊപ്പം അസുഖമുള്ളവരും ഈ വ്രതം അനുഷ്ഠിക്കരുത് എന്നാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. ഇത് ശാസ്ത്രം പൊതുവെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞവരിൽ 2 കൂട്ടർക്ക് ഉപാധികളോടുകൂടി ഈ വ്രതം എടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ 2 കൂട്ടരിൽ ഒരാൾ മുലയൂട്ടുന്ന അമ്മമാർ. ഇവർക്ക് ഉപാധികളോടുകൂടി ഏകാദശി വ്രതം എടുക്കാവുന്നതാണ്. അതായത് അരി ആഹാരം ഉപേക്ഷിക്കണം, പക്ഷേ പാൽ, പഴം എന്നിവ കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാം. എന്നാൽ മറ്റുള്ളവർക്ക് അത് പാടില്ല. ഇനി അടുത്തത്, പ്രായമായിട്ടുള്ള ആളുകൾക്ക് ഇവരുടെ ആരോഗ്യസ്ഥിതി നല്ല മെച്ചമായിട്ടുള്ളതാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ദിവസം ആഹാരം കഴിക്കാതെ ഉപവാസം അനുഷ്ഠിച്ചാലും ഈ കൈയും കാലും ഒന്നും വിറയ്ക്കില്ല എന്ന ആ ഒരു അവസ്ഥയിൽ നല്ല ശാരീരികാരോഗ്യം ഉള്ളവരാണെങ്കിൽ അവർക്കിത് തീർച്ചയായും എടുക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളിൽ ഇത് കേൾക്കുന്നവരിൽ ഇപ്പോൾ നിങ്ങൾ കൃത്യമായി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ, പ്രത്യേകിച്ചും ഈ ആൻറ്റിബയോട്ടിക് പോലുള്ള മെഡിസിൻ കഴിക്കുന്നവരാണെങ്കിൽ, യാതൊരു കാരണവശാലും മരുന്നും ഭക്ഷണവും മുടക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ പറഞ്ഞ 2 കൂട്ടർക്കും ഉപാധികളോടുകൂടി മാത്രം വ്രതമെടുക്കാവുന്നതാണെന്ന് പ്രത്യേകം ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ കാരണം. ഇവിടെ ഈ ഭക്ഷണ കാര്യത്തിൽ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, ഈ ഏകാദശി ദിവസം മാത്രമേ അരി ആഹാരം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. എന്നാൽ ദശമിയിലും ദ്വാദശിയിലും ഉച്ചയ്ക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാം, അതിൽ യാതൊരു തെറ്റുമില്ല. ഈ പറഞ്ഞ പോലെ ഈ ദ്വാദശിയിൽ പാരണ വീടിക്കഴിഞ്ഞാൽ പിന്നെ വ്രതം നോക്കേണ്ടതില്ല എന്നതാണ് ഇപ്പോഴത്തെ ആ ഒരു രീതി. എന്നാൽ പണ്ട് കാലങ്ങളിൽ ഈ ദ്വാദശിയിലും ഈ പറഞ്ഞ പോലെ വ്രതം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്ന് പറഞ്ഞു പോയതാണ്. ഇവിടെ ഒരു ദിവസം എടുക്കണോ, 2 ദിവസം എടുക്കണോ, അതോ 3 ദിവസവും എടുക്കണോ എന്നുള്ളത് നിങ്ങളുടെ താല്പര്യമാണ്. പറയുമ്പോൾ അങ്ങനെ ഒരുമിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്തതായിട്ട്, ശാസ്ത്രം ഈ വ്രതം എടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠരായി പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവർ ആരൊക്കെയാണെന്നൊന്ന് പറയാം. ശക്തമായ ഇച്ഛാശക്തിയും ആത്മീയ അടിത്തറയും ഉള്ളവർക്ക് മാത്രമേ ആചാരപ്രകാരം ഈ വ്രതം അനുഷ്ഠിക്കാൻ കഴിയൂ. ഇങ്ങനെ ശാസ്ത്രം പറയാൻ കാരണം, അങ്ങനെയുള്ള സ്ത്രീ പുരുഷന്മാർ ഈ ഏകാദശി വ്രതം അറിഞ്ഞ് അനുഷ്ഠിച്ചാൽ മാത്രമേ ആ വ്രതം അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആ ഒരു പരിപൂർണ ഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ്
ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് തോന്നിയേക്കാം, എന്തിനാണ് അത്ര അതിശക്തമായിട്ടുള്ള ഇച്ഛാശക്തിയും ആത്മീയ അടിത്തറയും പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു സംശയം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം 3 ലോകങ്ങളിലും വിഭജിക്കപ്പെടാത്തതാണെങ്കിലും വിഭജിക്കപ്പെട്ടതുപോലെ നിൽക്കുന്ന ആ ഒരു സത്യത്തെ അല്ലെങ്കിൽ ആ ഒരു പൊരുളിനെയാണ് ഇവിടെ ധ്യാനിക്കുന്നത്. ഈ 3 ലോകങ്ങളെന്ന് ഉദ്ദേശിച്ചത് ഈ ശൂന്യാകാശത്തുള്ള സ്വർഗ്ഗലോകമല്ല, നമ്മുടെ കൺമുൻപിൽ തന്നെയുള്ള 3 ലോകങ്ങളാണ്. അതായത് ആകാശത്തിലെ പക്ഷികൾ, ഭൂമിയിലെ മനുഷ്യരും മൃഗങ്ങളും അടങ്ങുന്ന ജീവികൾ, ജലത്തിൽ ജീവിക്കുന്ന മത്സ്യമടക്കമുള്ള ജലജീവികൾ. ഇതാണ് ഈ പറഞ്ഞ 3 ലോകം. അപ്പോൾ ഈ പറഞ്ഞതിൻ്റെ സാരാംശം എന്തെന്നാൽ ഇവിടെ പരബ്രഹ്മ സ്വരൂപത്തെയാണ് ഉപാസിക്കുന്നത്. ഈ ഉപവാസം എന്നാൽ അതിൻ്റെ അർത്ഥം ഉപവസിക്കുക എന്നാണ്, അതായത് അടുത്തിരിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വരുന്നത്. ആരുടെ അടുത്തിരിക്കുക? വിഷ്ണു ഭഗവാന്റെ അടുത്തിരിക്കുക. അതാണ് ഇവിടെ പറഞ്ഞതിൻ്റെ സാരം. അപ്പോൾ സ്വാഭാവികമായിട്ടും പലർക്കും ഉണ്ടായേക്കാവുന്ന ഒരു സംശയം, ആരാണ് വിഷ്ണു? ഇത് കേൾക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും ഉത്തരം മനസ്സിൽ തെളിഞ്ഞിട്ടുണ്ടാകും. അതായത് ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാനാണ് വിഷ്ണു. എന്നാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയല്ല. അഷ്ടദിക്കും നിറഞ്ഞു നിൽക്കുന്ന പരബ്രഹ്മമൂർത്തിയാണ് മഹാവിഷ്ണു. ഇത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ 3 ലോകങ്ങളിലും ഒരുപോലെ വ്യാപിച്ചു നിൽക്കുന്നവൻ ആരോ അവനാണ് വിഷ്ണു. ഈ വിഷ്ണു എന്ന പദത്തിന് വേദത്തിൽ അർത്ഥം കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ നടയോടുകൂടിയവൻ, അങ്ങനെയാണ്. അതായത് നടക്കുമ്പോൾ ഈ 2 കാലുകൾ തമ്മിലുള്ള ദൂരമാണ് നമ്മൾ ഒരു നട എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇവിടെ ഏറ്റവും വലിയ നട അത് പരമാത്മാവിൻ്റേതാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം അത് ഖണ്ഡത്തെയും അഖണ്ഡത്തെയും ഒരുപോലെ ഒറ്റ നട കൊണ്ട് അളക്കുന്നു. അതായത് ഇവിടെയും അവിടെയും എവിടെയും എന്നിലും നിങ്ങളിലും എല്ലാം അത് നിറഞ്ഞു നിൽക്കുന്നു. അതാണ് നമ്മൾ ഏറ്റവും ആദ്യം ഈ സൂചിപ്പിച്ചത്. അതായത് ആ 3 ലോകങ്ങൾ, അതായത് ആകാശം, ഭൂമി, പാതാളം എന്ന് പറയാൻ കാരണം. അപ്പോൾ ക്ഷേത്രത്തിൽ ഇരിക്കുന്നതോ എന്ന് ചോദിച്ചാൽ അത് ഉപാസനാ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു രൂപം കൽപ്പിച്ചിരിക്കുന്നതാണ്. ഈ വേദാന്ത തത്വസംഹിതയിൽ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്ന ആ ത്രിമൂർത്തികളില്ല. അവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. അതായത് ബ്രഹ്മം സത്യം, ജഗത് മിഥ്യ. എന്ന് വെച്ചാൽ ഏതൊന്നിനാലാണോ ഈ വിശ്വം രൂപപ്പെട്ടിരിക്കുന്നത്, ഏതൊന്നിലാണോ അത് നിലനിൽക്കുന്നത്, അവസാനം ഏതൊന്നിലേക്കാണോ അത് വിലയം പ്രാപിക്കുന്നത്, ഈ പ്രക്രിയയാണ് സൃഷ്ടി സ്ഥിതി സംഹാരമെന്ന് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ പാലകന്മാരായിട്ടാണ് ഈ പറഞ്ഞ പോലെ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. കൂടുതൽ നമ്മൾ ഈ വേദാന്തം സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് അപ്രിയ സത്യമാണ്. അതെല്ലാവർക്കും ഒരുപോലെ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല. ഈ പറഞ്ഞത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. ഒട്ടുമിക്ക എല്ലാ ഭക്ഷ്യവസ്തുക്കളിലും ഈ പറഞ്ഞ പോലെ പ്രോട്ടീൻ ഉണ്ട് താനും. എന്നാൽ 100% ശുദ്ധമായ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്ത് സംഭവിക്കും? മരിച്ചു പോകുമെന്നത് 100% ഉറപ്പാണ്. അതായത് ഈ പാമ്പിൻ്റെ വിഷം അത് 100% കലർപ്പില്ലാത്ത ശുദ്ധമായ പ്രോട്ടീനാണ്. അതുകൊണ്ടാണ് പാമ്പ് കടിച്ചാൽ നമ്മൾ മരിച്ചു പോകുന്നത്. ഈ പറഞ്ഞത് തന്നെയാണ് വേദാന്താർത്ഥങ്ങളും. അത് ശുദ്ധമായ നഗ്നസത്യമാണ്. അതായത് സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന പരമാർത്ഥ സത്യം തന്നെയാണ്. വാസ്തവം പറഞ്ഞാൽ ആ പരമാർത്ഥ സത്യം ഒന്നുകൊണ്ട് മാത്രമേ നമ്മുടെ സർവ്വവിജ്ഞാനകോശമായ മനസ്സിലുള്ള അന്ധകാരം അത് പരിപൂർണമായി ഒഴിഞ്ഞു പോകുകയുള്ളൂ. അതായത് സർവ്വവിധ സംശയങ്ങളും ദൂരീകരിച്ചുകൊണ്ട് സംഗതി ക്ലീൻ ആയിരിക്കും. ഈ പറഞ്ഞ വിധം സർവജ്ഞ പീഠം കയറിയ ചുരുക്കം ചില ആചാര്യശ്രേഷ്ഠന്മാരിൽപ്പെട്ട മഹാത്മാവാണ് വേദമൂർത്തിയായിട്ട് വിശേഷിപ്പിക്കാവുന്ന ശ്രീശങ്കരൻ. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഇത്രയും കോമളനായിട്ടുള്ള ഒരാളാകില്ല യഥാർത്ഥത്തിലുള്ള ഈ ശങ്കരാചാര്യസ്വാമികൾ. പറയാൻ കാരണം ഈ ചിത്രം രാജാരവിവർമ്മ വരച്ച ചിത്രമാണ്. എന്നാൽ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അതും കിലോമീറ്ററുകളോളം കാൽനടയായിട്ട് സഞ്ചരിച്ച ആചാര്യസ്വാമികൾ ഉറപ്പായും നന്നായി മെലിഞ്ഞിട്ട് തിളങ്ങുന്ന കണ്ണുകളോട് കൂടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയായിരിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി അറിയുമ്പോൾ അങ്ങനെയാണ് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നത്. ശരി, അപ്പോൾ നമ്മൾ വീണ്ടും വിഷയത്തിൽ നിന്നും മാറിപ്പോയി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇച്ഛാശക്തിയും ആത്മീയ അടിത്തറയും ഉള്ളവരെ ഉദ്ദേശിച്ചാണ് ഈ ഏകാദശി വ്രതം ആചാര്യന്മാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാരണം മനസ്സിലാക്കി നിങ്ങൾ പരമാവധി തത്വദർശനങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള അറിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുക. അത്രയേ പറയാനുള്ളൂ. ഇനി അടുത്തതായി നമുക്ക് എങ്ങനെയാണ് വ്രതം എടുക്കേണ്ടതെന്ന് ഒന്ന് നോക്കാം. അതിനോടൊപ്പം വ്രതം എടുത്താൽ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളും പ്രത്യേകതകളും എന്തൊക്കെയാണെന്നും ഇനി തുടർന്ന് അങ്ങോട്ട് പറയാം.
യഥാർത്ഥത്തിൽ ഒരു പരിപൂർണ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് 3 ദിവസമാണ്. എന്നാൽ ഏകാദശിയുടെ അന്ന് മാത്രം ഒരു ദിവസം എടുത്താൽ പോരെ എന്നാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ അങ്ങനെയും ആകാവുന്നതാണ്. ഇത് പറയാൻ കാരണം പഴയ കാലമല്ല ഇപ്പോൾ. പല വിധത്തിലുള്ള തിരക്കുകൾ ഓരോ ആളുകൾക്കുമുണ്ട്. അല്ലെങ്കിൽ ശാരീരിക അവശതകൾ ഹേതുവായിട്ടോ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്ക് കഴിക്കേണ്ടതുള്ളത് കൊണ്ടോ ഈ പറഞ്ഞതുപോലെ ശരീരത്തിന് 3 ദിവസത്തെ വ്രതം താങ്ങാനുള്ള ആ ഒരു ശക്തി ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് നിർബന്ധിച്ച് വ്രതം എടുപ്പിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതം കൈക്കൊള്ളുക എന്നതാണ് ഏറ്റവും ഉചിതം. ഞാനിവിടെ പറയുന്നത് ഈ 3 ദിവസങ്ങളിൽ 1-ാമത്തെ ദിവസം ചെറുതായി തുടങ്ങി 2-ാമത്തെ ദിവസം അത് കഠിന വ്രതമായിട്ടെടുത്ത് 3-ാമത്തെ ദിവസം അതായത് ദ്വാദശിയുടെ അന്ന് പുലർച്ചെ കുളി കഴിഞ്ഞ് വന്ന് നിലവിളക്ക് തെളിച്ച് ഭഗവാനെ തൊഴുത് തുളസി തീർത്ഥം സേവിച്ച് വ്രതം മുറിക്കുന്നതാണ് ഉത്തമം. ഇതിൽ ഈ ഹരിവാസര സമയവും പാരണ വീടേണ്ട സമയവും ഇനി വരുന്ന വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ 1-ാം ദിവസമായ ദശമിയുടെ അന്ന് ചൊവ്വാഴ്ച ഭക്ഷണ കാര്യങ്ങളിൽ നല്ല മിതത്വം വരുത്തിക്കൊണ്ട് കൺട്രോൾ ചെയ്ത് ആരംഭിക്കുക. ഇത് പറയാൻ കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ മനസ്സിലെ ചിന്തകളെ അതിശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ന് പറ്റുമെങ്കിൽ അരിയാഹാരം ഒരു നേരം മാത്രമായി ചുരുക്കുക. അതുപോലെ തന്നെ സസ്യാഹാരം മാത്രം കഴിക്കുക. അതായത് രാവിലെ ഇഡ്ഡലിയോ ദോശയോ ബ്രേക്ക്ഫാസ്റ്റ്, അതും പരമാവധി 1-2 മാത്രം. ഉച്ചയ്ക്ക് സാധാരണ കഴിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി 1/2 പ്ലേറ്റ് ചോറ് കഴിക്കാവുന്നതാണ്. അതായത് അരവയറാക്കി ഭക്ഷണം ചുരുക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ഇങ്ങനെ പറയാൻ കാരണം വ്രതാനാമഭി സർവേഷാം മുഖ്യം ഏകാദശി വ്രതം, അതായത് വ്രതങ്ങളിൽ വെച്ച് മുഖ്യമായത് ഈ പറഞ്ഞതുപോലെ ഏകാദശി വ്രതമാണെന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഭക്ഷണ നിയന്ത്രണം വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ഏകാദശി എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഈ ചാന്ദ്രമാസ കാലഗണനയിലെ പക്ഷങ്ങളിലെ 11-ാമത്തെ തിഥിയാണ് ഈ പറഞ്ഞ ഏകാദശി. അത് കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അമാവാസിക്ക് ശേഷം വരുന്ന 11-ാമത്തെ തിഥിയായിട്ടാണ് നമ്മൾ ഈ ഏകാദശി കണക്കാക്കുന്നത്. പ്രത്യേകിച്ചും ഇത് ഏത് പക്ഷത്തിൽ വരുന്നു എന്നതനുസരിച്ചാണ് കണക്കാക്കുന്നത്. അതായത് ഈ ശുക്ലപക്ഷ ഏകാദശി എന്നും കൃഷ്ണപക്ഷ ഏകാദശി എന്നും 2 ഏകാദശി ഈ പറഞ്ഞതുപോലെ ഒരു ചാന്ദ്രമാസത്തിൽ വരുന്നുണ്ട്. ഇത് ഈ ഒരു വർഷത്തിൽ സാധാരണയായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 24 ഏകാദശികളുണ്ടാകും. ഇത് ചില വർഷങ്ങളിൽ 25 എണ്ണവും കണ്ടേക്കാം. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക, അതായത് ഇതിനെ മണിക്കൂറിൽ പറഞ്ഞാൽ 12 മണിക്കൂർ സമയത്തെയാണ് നമ്മൾ ഹരിവാസരം എന്ന് പറയുന്നത്. ഈ 12 മണിക്കൂർ സമയമാണ് അഖണ്ഡ നാമജപം ചെയ്യാൻ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള സമയം. ഇതാണ് ഈ ഏകാദശിയിലെ പ്രസക്തമായിട്ടുള്ള ഭാഗം. അന്നേ ദിവസം ജപിക്കേണ്ട മന്ത്രവും ഹരിവാസര സമയവുമെല്ലാം മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം. ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ഏകാദശി വ്രതം എടുക്കുന്നയാൾ, അതിപ്പോൾ സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, തലേന്ന് ദശമി ദിനത്തിൽ ഉച്ചയ്ക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കണം. അതാണ് ചട്ടം. എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ, അതായത് ഇപ്പോഴത്തെ നമ്മുടെ ഈ ജീവിത സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നത് ശരിയല്ല. എന്തെങ്കിലും ചെറുതായിട്ട് രാവിലെ കഴിക്കണം. എന്നിട്ട് അന്നേ ദിവസം, അതായത് ദശമിയിൽ അരിയാഹാരം പരിപൂർണമായിട്ട് വേണ്ട എന്ന് തീരുമാനമെടുക്കുന്നവർക്ക് അങ്ങനെ ആകാവുന്നതാണ്. ഇല്ലെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ഉച്ചയ്ക്ക് അല്പം ചോറ് കഴിക്കാവുന്നതാണ്. ഇത് പറയാൻ കാരണം ദിവസവും ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, അങ്ങനെ ആ സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഈ കൈയും കാലും വിറയെല്ലാം ഉണ്ടാകുന്നവർക്ക് ഈ പറഞ്ഞ പോലെ ഭക്ഷണം കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഈ പറഞ്ഞ ദശമി നാളിൽ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പിറ്റേ ദിവസം ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസമായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ ആ ഉപവാസം എടുത്തത് കൊണ്ട് പ്രയോജനമില്ലാതെയായി പോകും. അപ്പോൾ ഈ ഏകാദശി നാളിൽ രാവിലെ കുളിച്ച് വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. പറഞ്ഞ പോലെ അന്ന് ജലപാനം മാത്രമേ പാടുള്ളൂ, പകലുറങ്ങരുത്. അതിനുശേഷം ദ്വാദശി നാളിൽ രാവിലെ കുളിച്ച് ഹരിവാസര സമയത്തിന് ശേഷം ആദ്യം പറഞ്ഞതുപോലെ തുളസി തീർത്ഥം നുകർന്ന് വ്രതം അവസാനിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, അതായത് ഏറ്റവും ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ പ്രായമായവർക്കും ആരോഗ്യസ്ഥിതി മോശമായവർക്കും പഴവർഗ്ഗങ്ങൾ ലഘുവായി കഴിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത് പറയാൻ കാരണം മനസ്സും ശരീരവും നേരെ നിന്നാൽ മാത്രമേ പ്രാർത്ഥനകൾ വേണ്ട വിധം അത് ഫലം കാണുകയുള്ളൂ. മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ വിശദമായിട്ട്, കാരണം ഇത് കൂട്ടിക്കലർത്തി പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയായി ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ രണ്ടും രണ്ടായിട്ട് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.